ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിൻ്റെ പേര് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. അപ്പം രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിനാദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ 4 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. സ്ട്രെയിറ്റ് ലൈനിൻ്റെ അതിനെയൊക്കെ ജനറലായിട്ട് എഴുതിയാണെങ്കിൽ AX + BY + C = 0 എന്ന് കിട്ടും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ AX + BY + C = 0. ഇത് മറന്നു പോകരുത്. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഇക്വേഷൻ നമുക്ക് ഇനിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ആവശ്യമാണ്. ഇനിയുള്ള ടോപ്പിക്കുകളിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ AX + BY + C = 0 എന്നാണ് എഴുതേണ്ടത്. ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസിലും നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ AX + BY + C = 0 എന്നാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ L1 എന്ന് പേര് കൊടുക്കുന്നു. അതിൻ്റെ ഇക്വേഷനുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ A1x + B1y + C1 = 0. ഞാൻ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈൻ L2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട് ഇവിടെ, L1 ആൻഡ് L2. L2ൻ്റെ ഇക്വേഷൻ A2x + B2y + C2 = 0. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും ഷെയർ ചെയ്യുന്നത് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻസ്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും ഷെയർ ചെയ്യുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് മാത്രമേ അതിന് കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന് കോമൺ ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈന് പറയുന്ന പേര് ഇൻ്റർസെക്റ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന് കോമൺ ആയിട്ട് ഒറ്റ പോയിന്റേ ഉള്ളൂ. ആ പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് X1 Y1. ഓക്കെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ L1 ആൻഡ് L2 ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ L1ഉം L2ഉം കോമൺ ആയിട്ട് ഒറ്റ ഒരു പോയിന്റേ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയാം. ഈ X1 Y1 എന്ന് പറയുന്ന ഈ കോമൺ പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. X1 Y1 ആണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇത് നമുക്ക് ഇതിനകത്തു നിന്നുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിൻ്റെ ഡെഫിനിഷനാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ഡെഫിനിഷൻ, ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പം ഡിഫൈൻ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്നോ അല്ലെങ്കിൽ ഡിഫൈൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനോ എന്നൊക്കെ ചോദിച്ചാൽ ഇത്ര എഴുതണം: when two lines shares exactly one common point, they are called the intersecting lines. അപ്പോൾ രണ്ടിനും കൂടെ ഒരൊറ്റ കോമൺ പോയിൻ്റേ ഉള്ളെങ്കിൽ അതിനെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയാം. ഇനി ആ കോമൺ പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. when two lines shares exactly one common point, they are called the intersecting lines. This common point is called the point of intersection. അടുത്തതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അത്ര എളുപ്പമാണ്, എന്നാൽ ഇച്ചിരി തെറ്റാതെ ചെയ്യുകയും വേണം. ഇത് X + 2y + 1 = 0. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് AX + BY + C = 0 എന്നാണ്. അപ്പോൾ എക്ക് വരെ ഇവിടെ 1 കൊടുത്ത്, ബിക്ക് വരെ 2 കൊടുത്തു, സിക്ക് വരെ 1 കൊടുത്തു. ഇവിടെ 2x + 3y + 5 = 0. ഇതും ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ, ഇത് സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്നും ഇതിൻ്റെ കോമൺ പോയിന്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതിന് ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യണം. അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ഇക്വേഷൻ എഴുതാം നമുക്ക്. എക്സ് പ്ലസ് 2y ഈ കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു -1. ഇതിന് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കണം. എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു -1. രണ്ടാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു -5. അതായത് കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ 2x പ്ലസ് 3y ലെഫ്റ്റ് സൈഡിലും 5നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -1. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിന് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കുക. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2x എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കുന്നു. എക്സിൻ്റെ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ ഇവിടെ 2 വന്നാൽ രണ്ടിടത്തെയും കോഎഫിഷ്യൻസ് സെയിം ആവും. അപ്പോൾ ഇവിടെ 2 വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എക്സിനെ മാത്രമല്ല ഈ ഇക്വേഷനെ ഫുൾ ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 എന്നുള്ള ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1 × 2. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1x എന്നുള്ളത് 2x ആവും. പ്ലസ് ഇവിടെ പ്ലസ് ആണ്. 2y എന്നുള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y ആവും. ഇസ് ഈക്വൽ ടു -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഇക്വേഷന് മാറ്റമൊന്നും വരുത്തണ്ട. എന്തുകൊണ്ടാണ്? അവിടുത്തെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ 2x അത് അതേപോലെ എഴുതണം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു -5. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യണം. ഇവിടെ 2x ഇവിടെയും 2x, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 2x - 2x എന്ന് വരും. x എന്നുള്ള ടേമേ ഇല്ലാതാവും. ഇതിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, ഇതിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, ഇതിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് അതിന് സിമ്പിളായിട്ട് മൈനസിങ് എന്ന് കൊടുക്കും. സബ്ട്രാക്ഷനാണ്. അപ്പോൾ 2x നിന്ന് 2x സബ്ട്രാക്ട് ചെയ്താൽ 0. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 4yയിൽ നിന്നും 3y സബ്ട്രാക്ട് ചെയ്യണം. 4y - 3y എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പം +y ഇസ് ഈക്വൽ ടു ഇത് -2ൽ നിന്നും -5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ y ഇസ് ഈക്വൽ ടു -2, ഇത് +5 എന്ന് വരും. -2 + 5 എന്നുള്ളത് 5 - 2 ആണ്. 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ yയുടെ വാല്യൂ 3. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കണം. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു -1. ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ വൈയുടെ വാല്യൂ 3 കൊടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് 2 × 3 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് പ്ലസ് 6, 2 × 3 6 ഇസ് ഈക്വൽ ടു -1. എക്സ് ഇസ് ഈക്വൽ ടു ഈ 6നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ഇവിടെ -1 ഉണ്ട്. 6 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -6. -1 - 6 -7. അപ്പോൾ എക്സ് -7, y 3. അപ്പം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് -7, 3. ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇത്രയും ചെയ്യണം. ഇത് കുറച്ച് ചെയ്യാണ്ട് അപ്പോൾ ഇത് 7 മാർക്ക് കിട്ടും. 3 മാർക്ക് ആയിരിക്കത്തിൽ കിട്ടുന്നവർക്ക് 7 മാർക്ക് വരെ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് 3x + 4y + 2 is equal to 0 and 2x + 3y + 5 is equal to 0. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കണം. 3x + 4y + 2 is equal to 0. ആ 2നെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. -2. 4x + 3x + 4y is equal to -2 എന്ന് എഴുതാം. അടുത്ത ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ 2x + 3y is equal to -5. ഇത് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും എക്സും വൈയും കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ടത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3ഉം ഇവിടെ രണ്ടാമത്തേതിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 വരും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 2 കൊണ്ടും ഇവിടെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ആണ്. 1 ×
2 ഫസ്റ്റ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ 6x പ്ലസ് 4y 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ 8y മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ -4. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ 6x എന്ന് കിട്ടി. ഇനി ഇവിടെ 6 വരണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ 6x വരണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇക്വേഷൻ 2 into 3 gives 2x into 3 6x plus 3y into 3 9y is equal to minus 5 into 3 minus 15. അപ്പോൾ 6x 6x എക്സിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആയി. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x മൈനസ് 6x ക്യാൻസൽ ആയി പോയിട്ട് എക്സ് ഇല്ലാതാവും. അപ്പോൾ ഇത് 0 മൈനസ് ചെയ്യുമ്പോൾ 0 8y മൈനസ് 9y 8 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം -1 മൈനസ് y is equal to -4 minus 15. So minus y is equal to -4 plus 15. 15 minus 4 11. -5 ആണ് 11 ആവുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് -11. y is equal to -11 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നോക്കാം. അതിന് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ 3x plus 4y is equal to -2. വൈയുടെ വാല്യൂ -11 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 4y എന്നുള്ളത് 4 into -11. y എന്ന് പറയുന്നത് -11. അപ്പോൾ 4 into -11. അപ്പോൾ 3x 4 into -11 is -44. is equal to -2 എന്ന് വരും. ഈ -4 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. 3x is equal to -2 plus 44. 44 minus 2 42 എന്ന് വരും. 3x is equal to 42. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് x കിട്ടും. കാൽക്കുലേറ്റർ എടുക്കുക, 42 കൊടുക്കുക, ഡിവൈഡ് ബൈ 3 കൊടുക്കുക, ആൻസർ എന്ത് കിട്ടും? 14. 14 is the ആൻസർ. അപ്പോൾ x കിട്ടി, y കിട്ടി. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 14 -11. ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. 2 പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോബ്ലവും ഇത് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് 2x minus y plus 3 is equal to 0 and x plus 2y minus 4 is equal to 0. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും പഠിക്കാനുള്ളത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഒരു പ്രോബ്ലം ചോദിക്കും, മിക്കവാറും 7 മാർക്ക് വരെ ചിലപ്പം കിട്ടിയേക്കാം. ഓക്കെ.